MG സർവകലാശാല ചട്ടങ്ങളെ വെല്ലുവിളിച്ച് SFI സർവകലാശാല ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടികൾ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന വൈസ് ചാൻസലറുടെ ഉത്തരവാണ് ഇടത് യൂണിയൻ അട്ടിമറിക്കുന്നത്. യൂണിയൻ സംഘടിപ്പിക്കുന്ന നാഷണൽ കോൺഫറൻസിന് വേണ്ടി സർവകലാശാല അനുവദിച്ചത് 3 ലക്ഷം രൂപ. സർവകലാശാല ഫണ്ട് ഉപയോഗിച്ചുള്ള പരിപാടി രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് സർവകലാശാല വൈസ് ചാൻസലർ അറിയിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുകയാണ് SFI. പരിപാടി രാഷ്ട്രീയവൽക്കരിക്കുമെന്ന് വ്യക്തമാക്കി സർവകലാശാലയ്ക്കുള്ളിൽ രാഷ്ട്രീയ പ്രചരണ ബോർഡുകൾ SFIയും കോളേജ് യൂണിയനും ചേർന്ന് സ്ഥാപിച്ചിരുന്നു. സർവകലാശാല ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടികളുടെ പ്രചരണ ബോർഡുകളിലടക്കം രാഷ്ട്രീയം പാടില്ല എന്ന ഉത്തരവ് ലംഘിച്ചാണ് CJP പ്രക്ഷോഭത്തെ അനുകൂലിച്ച് ക്യാമ്പസിനുള്ളിൽ ബോർഡുകൾ സ്ഥാപിച്ചത്. അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യണമെന്നുള്ള വൈസ് ചാൻസലർ നിർദ്ദേശത്തോടും ഇടത് യൂണിയന്റെ വെല്ലുവിളി. ബോർഡുകൾ നീക്കം ചെയ്യില്ല എന്നാണ് SFIയുടെ നിലപാട്. UGCയുടെയും MG യൂണിവേഴ്സിറ്റി മാനദണ്ഡങ്ങളുടെയും പരസ്യമായ ലംഘനം അനുവദിക്കാനാകില്ലെന്ന് സെനറ്റ് അംഗം ചൂണ്ടിക്കാട്ടുന്നു. മഹാനദി സർവകലാശാലയുടെ ആക്ടിനും അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടിനും UGC റെഗുലേഷനും ഒക്കെ വിരുദ്ധമായ ഒരു നടപടിയാണ്. UGC റെഗുലേഷൻ 2012, അതേപോലെ തന്നെ ജനറൽ ഫിനാൻഷ്യൽ റൂൾസ് 2017 UGC ഗൈഡ് ലൈൻ ഫോർ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിൽ, ഇതിനകത്തെല്ലാം വളരെ വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ശക്തമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഓഗസ്റ്റ് 3 മുതൽ 6 വരെ സർവകലാശാല യൂണിയൻ നടത്തുന്ന പരിപാടി രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് പോസ്റ്ററുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടതിനെതിരെ ABVP വൈസ് ചാൻസലർക്കും സെനറ്റ് അംഗം ഗവർണർക്കും പരാതികൾ നൽകിയിട്ടുണ്ട്. ജനം, കോട്ടയം.